ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ന്യൂസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിയമസഭാ സമ്മേളനം കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനങ്ങളോ ഒരു അഭിമുഖമോ ഒന്നും ചാനലുകളിലൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ലായിരുന്നു. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള വലിയൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. അദാനിയുമായിട്ട് ഗവൺമെൻറ് ഒത്തുകൊണ്ട്, അതും സ്പെഷ്യലി നമ്മുടെ മുഖ്യമന്ത്രി കൈകോർത്തുകൊണ്ട് ഓഹരി മുഴുവൻ MSIക്ക് മറിച്ചു കൊടുക്കുവാനുള്ള പ്ലാനിലാണ്. അത് നടപ്പാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ആയതിനു ശേഷം മംഗലാപുരത്തിന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയതെന്ന് ഉൾപ്പെടെയുള്ള ധാരാളം ന്യൂസുകൾ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിൽ നിറയുകയും കോൺഗ്രസിനകത്തെ കോൺഗ്രസ്സുകാർ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന ഒരു വിശേഷം, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ ഒരാൾ ഉൾപ്പെടെ പല അഭിമുഖങ്ങളും TV-യിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണ് അവർ വിചാരിക്കുന്നത്. കോൺഗ്രസിനെ ഇഷ്ടപ്പെടാതിരുന്നിട്ട് കൂടി തിരഞ്ഞെടുത്ത ശേഷം ഇങ്ങേരുടെ പ്രസംഗങ്ങളിലും ഇങ്ങേരുടെ പ്രവൃത്തിയും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട എനിക്ക് കൂടി സംശയം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഈ മൗനം. എന്നാൽ ഇത് പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു ആയുധം കൂടിയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ പ്രയോഗിക്കാൻ. കാരണം കഴിഞ്ഞ 2 ആഴ്ച കൂടുതലായിട്ട് നിയമസഭയിൽ കംപ്ലീറ്റ് നിർത്തി പൊരിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും പ്രതിപക്ഷത്തിനെ അടിച്ചൊതുക്കിയിരിക്കുന്ന വി ഡി സതീശനെ അടിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. കോൺഗ്രസ്സുകാരുൾപ്പെടെ അകത്ത് നിന്നും വി ഡി സതീശന് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ നടത്തിപ്പിനെ ചുറ്റിയുള്ള ക്ലാരിഫിക്കേഷൻ ക്ലിയർ ചെയ്യണം, അതാവശ്യമാണ്. അങ്ങനെ കൈവിട്ട അദാനി മറിച്ച് MSI കമ്പനിക്ക് കൊടുത്തത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പല പ്രസ്താവനകളും രംഗത്ത് വന്നതോടുകൂടി പ്രതിപക്ഷവും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനെതിരെ പ്രതിഷേധവും ജാഥയും ഒക്കെ നയിച്ച ഈ കുറച്ച് ദിവസം ജനങ്ങളിൽ തന്നെ ആകെ ഒരു സംശയം ഉളവാക്കി. എന്താണ് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്ന്. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതിനെല്ലാം വ്യക്തമായ ഉത്തരം, വ്യക്തമായെന്ന് മാത്രമല്ല പല അടച്ച് മാധ്യമങ്ങളെ മുഴുവൻ ഇല്ലാത്ത വാർത്തകൾ കൊടുത്തിരുന്നതും താൻ കമ്മീഷൻ മേടിച്ച കഥകൾ വരെ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ വീഡിയോ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മേലിലുള്ള ആരോപണം, അത് മാധ്യമങ്ങളോട് തന്നെ പറയുന്നു. നിങ്ങളുടെ പരാതി എന്തൊക്കെയാണ്, ഞാൻ എന്താണ് ചെയ്ത കുറ്റം എന്ന് നിങ്ങൾ തന്നെ പറ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് തുടക്കമിടുന്നത് തന്നെ. അപ്പം എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാം. അതിനു മുമ്പ് ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്ന് പറയാൻ പറയുന്നു. പക്ഷെ അതിന് മാധ്യമങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും ഇല്ലായിരുന്നു. കാരണം ഇതെല്ലാം പടച്ചുവിടുന്ന അപവാദങ്ങൾ മാത്രമാണ്. അദാനിയുമായിട്ട് ഒത്തു, അദാനിയുമായിട്ട് 13,000 കോടി രൂപയുടെ പദ്ധതിക്ക് കമ്മീഷൻ വരെ കണക്കുകൂട്ടി എഴുതിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മനസ്സിലായില്ല, ഞാനിത് കുറെ ദിവസം ആസ്വദിക്കരുത്. സതീശൻ മൗനമാണ്. ഈ നിശബ്ദതയ്ക്ക് എന്തോ അർത്ഥമുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ ഓഹരി കൈമാറ്റത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. എനിക്ക് കിട്ടിയ മറ്റേ കമ്മീഷൻ വരെ പറഞ്ഞു ഒരു മാധ്യമം 13,000 കോടിയുടെ കണക്കാക്കിയിട്ട് 2% കണക്കാക്കിയിട്ട് എനിക്ക് എന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ ഞാൻ പറയാറുണ്ടല്ല, ബാക്കി 4 വിരലും സ്വന്തം നെഞ്ചത്തോട്ടാണ്. നിങ്ങൾക്ക് കിട്ടിയല്ല, തന്നല്ലോ നേരത്തെ. ദേശാഭിമാനിക്ക് നന്നായിട്ട് തന്നല്ലോ. ഇനിയും ചോദിച്ചു മേടിക്കല്ലോ എന്റെ കയ്യിൽ നിന്ന്. വേറെയും ദേശാഭിമാനി ഉണ്ട് എന്റെ അടുത്ത് 2025. വേറെ പറ. ജൂലൈ 1-ാം തീയതിയിലത്തെ വാർത്ത നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ വാർത്ത. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSI ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? എന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് കടൽ കൊള്ള, സതീശൻ, അദാനി, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താ കേരളത്തിൽ? കാരണം മുഖ്യമന്ത്രി കാശ് ഒട്ടിച്ചു എന്ന് പറയുന്ന ഈ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയുന്നത്, കഴിഞ്ഞ 2 മാസം മുമ്പ് മെയ് 18-നാണ് താൻ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തതെന്നും അതിനുശേഷം താൻ എന്താണ് ഇതിനകത്ത് ചെയ്ത തെറ്റെന്നും ഒന്ന് പറയാൻ പറയുന്നു. എന്നാൽ അദാനിയുമായിട്ടുള്ള കരാറിന്റെ ഇടപാട് ഇപ്പോൾ ഈ ബഹളം വെക്കുന്ന പ്രതിപക്ഷത്തിന്റെ കാലത്ത് തീരുമാനിച്ചിരുന്നതായി വ്യക്തമായ രേഖാസഹിതമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്രങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നത് തന്നെ.
ഇത് പഴയ മുഖ്യമന്ത്രി അല്ല എന്ന് പത്രങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും കൂടി ഇവരൊക്കെ ഇത്രയും വാർത്ത പടച്ചു വിട്ടിടത്ത് മുഖ്യമന്ത്രി പറയുന്നു കഴിഞ്ഞ ജൂണിൽ വന്ന വാർത്തയ്ക്ക് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയി മുഖ്യമന്ത്രി നിയമിച്ച ആള് ചാർജ് എടുക്കുന്നതിന് മുമ്പ് ദേശാഭിമാനിക്കകത്ത് വന്ന ഒരു വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള വാർത്തയുമായിട്ടാണ് രംഗത്ത് വരുന്നത്. ശബരിനാഥിന്റെ ഭാര്യയായ ദിവ്യ എസ് അയ്യർ MD ആയിരുന്ന കാലത്ത് വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള ഒരു വാർത്ത ദേശാഭിമാനി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഓഹരി MSI കമ്പനിക്ക് നൽകി വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കുക എന്ന രീതിയിൽ. അതായത് കഴിഞ്ഞ ഗവൺമെന്റിന് അറിയാമായിരുന്ന ഒരു കാര്യമായിരുന്നു അദാനി ഗ്രൂപ്പ് MSI കമ്പനിക്ക് ഓഹരി കൈമാറുന്നതെന്ന്. അതിനെക്കുറിച്ചുള്ള എഴുത്തുകുത്തുകളും കഴിഞ്ഞ മന്ത്രിസഭയുടെ അധികാരത്തിലുള്ള MD ആയിരുന്ന ദിവ്യ എസ് അയ്യർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമായിരുന്നതും അത് കഴിഞ്ഞ് താൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം തൻ്റെ നിയമനത്തിലുള്ള പുതിയ MD ചാർജ് എടുത്തതിന് മുമ്പാണ് ഈ വാർത്ത വന്നതെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വിളിച്ചു പറയും. ഇതിനു മുമ്പ് കഴിഞ്ഞ 2025 അദാനി ഗ്രൂപ്പ് നടത്തിയ ഒരു കോൺക്ലേവിൽ ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പൊ ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെന്റ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള. എന്നിട്ട് അത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. എന്നിട്ട് അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇത് 2025 MSC കമ്പനി നടത്തി LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇടതുപക്ഷ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത സമയത്തും ഈ MSI കമ്പനിക്ക് ഓഹരി കൈമാറ്റം സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നതായും അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത മാധ്യമങ്ങളെ കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചോദിച്ച് ഇതൊക്കെ കഴിഞ്ഞ ഗവൺമെന്റിന് അറിയാവുന്ന കാര്യമല്ലേ, അത് പറഞ്ഞല്ലേ ഇപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്, എന്താ ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ സ്ഥിരം ഡയലോഗോടുകൂടിയാണ് വാർത്താമാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ വിവരണങ്ങളൊക്കെ അറിയിച്ചത്. അതോടുകൂടി ചോദ്യം ചോദിക്കാനിരുന്ന ദേശാഭിമാനി പത്രത്തിന്റെ റിപ്പോർട്ടർമാരൊക്കെ എവിടെ പോയെന്ന് പോലും കണ്ടില്ല. ഇതോടുകൂടി ഈ വിവാദത്തിനും പ്രതിപക്ഷത്തിന്റെ വായടഞ്ഞിരിക്കുകയാണ്. ഓരോ വിവാദങ്ങളും കുത്തിപ്പോക്കിക്കൊണ്ടുവരും. VD സതീശൻ തന്നെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ എൻ്റെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ നിങ്ങളുടെ നെഞ്ചത്തെ കാണുന്നു. അതിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്ന് വീണ്ടും ഈ വാദങ്ങളെല്ലാം മുഖ്യമന്ത്രി പൊളിച്ചടിക്കിയത്. ഇത് മുഖ്യമന്ത്രി VD സതീശനാണ്. ഏത് വാക്ശരങ്ങളെയും എഴുതി മുറിച്ച് താഴെ ഇടാനുള്ള കരുത്തുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണെന്ന് VD സതീശൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയുടെ ബാക്കി പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി രംഗത്ത് വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.